ഹായ് ഹലോ, മിഷൻ ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5 പയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 പയലിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് വയ്ക്കാം. അപ്പോൾ അതിൽ യെസ് ആണോ നോയാണോ, എന്താണ് ആ ഏഞ്ചലിൻ്റെ ഗൈഡൻസ് എന്താണ് എന്നൊരു ടോപ്പിക്കിലാണ് നോക്കുന്നത്. അപ്പോൾ 5 വ്യത്യസ്ത തരം ക്വസ്റ്റ്യൻ വയ്ക്കാം. 5 പയൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളും ഈ പറഞ്ഞ താഴെ ഓരോ കല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ആ കല്ലുകളുടെ അടിസ്ഥാനമാക്കി ഏതാണോ കാടാണോ കല്ലാണോ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അത് വെച്ച് വേണമെങ്കിൽ 1 ചോദ്യമോ 5 ചോദ്യമോ എത്ര ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഏതൊരു വ്യക്തിനെ പറ്റി നോക്കാം, എന്തൊരു കാര്യം വെച്ച് നോക്കാം. നിങ്ങളുടെ ചോദ്യം നിങ്ങളാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അതിന് വരുന്ന ആൻസറാണ് നമ്മൾ പറയുന്നത്. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കണേ, ഇതുവഴി ഒരു ഗൈഡൻസ് കിട്ടണേ എന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും പറയാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. പിന്നെ ബ്രേസ്ലെറ്റ്, അതേപോലെ തന്നെ ടംബിൾസ്, സ്റ്റോൺസ്, അത് വെൽത്തിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, പണം, അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. പേടി, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പേടി, ഭയങ്ങൾ, സ്വപ്നങ്ങൾ, പിന്നെ പാസ്റ്റ് ട്രോമാസ്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫലം കിട്ടും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരിക്കലും കല്ലുകൾ ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഫലം തരുന്നില്ല. എല്ലാം പോസിറ്റീവാണ്. വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഒരു വിശ്വാസവും കൂടി ഇതിൻ്റെ ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയലുകളോ ക്വസ്റ്റ്യൻസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ഈ പറഞ്ഞ ഫസ്റ്റ് ഫയല് തിരഞ്ഞെടുത്തവർക്ക് എന്താണ് അതിൻ്റെ ഒരു ആൻസർ വരുന്നത് നോക്കാം. വെയിറ്റ് എന്നാണ് പറയുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ച് ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വരട്ടെ. വെയിറ്റ് ചെയ്യുക, ഒന്നുകൂടി ചിന്തിക്കുക. റിലേഷൻഷിപ്പ് ആവാം, പണമാവാം, കരിയർ ആവാം, എന്തും ആവാം. എന്താണ് വിചാരിച്ച് അതിലൊന്നും കൂടി നല്ല പോലെ ചിന്തിക്കുക. അത് ശരിയാണോ തെറ്റാണോ, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടണമെങ്കിൽ തേടുക. അതിനനുസരിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആക്കി വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് ആൻസർ വരുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നുണ്ടാകാം. മൈൻഡിൽ സ്വയം നിങ്ങളോട് തന്നെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ച്, എന്തൊരു കാര്യമാണോ ആ ഒരു കാര്യത്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് അതിലെന്ത് വേണം, അതെനിക്ക് എന്ത് ഗുണം തന്നു, എന്ത് ദോഷം തന്നു, അത് മുന്നോട്ടുള്ളതിന് എനിക്ക് നല്ലതാണോ ചീത്തയാണോ, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനെ വെച്ച് നല്ല രീതിയിൽ നോക്കാം. മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, ചിലപ്പോൾ പൂർവികരുടെ ഒരു ഉപദേശമോ കാര്യങ്ങളോ പോലെ ആയിരിക്കാം. നിങ്ങളുടെ മുമ്പിലേക്ക് അത് വരുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ആൻസർ കിട്ടുന്നുണ്ട് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പയല് തിരഞ്ഞെടുത്തവർക്ക് ഇത് നിങ്ങളുടെ എന്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനൊരു വരുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. നോ എന്നാണ് വരുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് നോയാണ് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനെ വെച്ച് നോക്കാം, നോ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അത് നോ വരുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ച്. ഇത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു നോയാണ്. എന്താണ് ചിന്തിച്ചെങ്കിൽ അത് ഒരു തീരുമാനം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിലൊരു നോയാണ് പറയുന്നത് കേട്ടോ. ഇനി നാലാമത്തെ പയല്, അത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ് എന്നാണ് പറയുന്നത്. എന്താണോ നിങ്ങളുടെ ആ ചോദ്യം അത് യെസ് ആണ്. റിലേഷൻഷിപ്പ് അല്ല, കരിയർ അല്ല, വെൽത്ത് അല്ല, ഹെൽത്ത് അല്ല, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്തിനെ പറ്റിയാണോ ചിന്തിച്ചത് അല്ലെങ്കിൽ ഒരു തീരുമാനം എന്താണോ അതിന് യെസ് ആണ്. പോസിറ്റീവായിട്ടുള്ള ഒരു സൈനെയാണ് നാലാമത്തെ പയല് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അഞ്ചാമത്തെ ആയത് ആരാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അവർക്കുള്ളത് അതിനുള്ളൊരു ആൻസർ യെസ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, വളരെ കുറച്ച് ആഴ്ചകളിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതായിരിക്കാം. ഒരു ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത്, ഒരു കാലഘട്ടം പറയുന്നില്ല, കുറച്ച് സമയം. ഓക്കെ, അപ്പൊ അതില് ക്ഷമ കാണിച്ചിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനോ കാര്യങ്ങളോ എന്ത് വെച്ച് വേണമെങ്കിലും നോക്കാം. ഓക്കെ,
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ ഫ്രം മിഷേനി.